ഇപ്പോ 27 വർഷങ്ങൾക്ക് മുമ്പ് 1996 അന്തരിച്ച ബാബ വങ്ക ബൾഗേറിയയില് ഒരു ഭാവി പ്രവചനം നടത്തിയ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രവചനങ്ങളിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ സത്യസന്ധമായ അന്വേഷണങ്ങളിലും സത്യങ്ങളിലുമാണ് വിശ്വസിക്കുന്നത്. നമുക്കങ്ങനത്തെ പ്രവചനത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് വിശ്വാസമില്ല. എന്തായിരുന്നാലും ഈ വാൻഗലിയ പാണ്ഡേവ ദിമിത്രോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. ഇക്കണ്ണൊന്നും ഇല്ലാത്ത നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ. വരണമെന്ന് അറിയില്ല. എന്തായിരുന്നാലും 12-ാം വയസ്സിൽ അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് തനിക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നതായി ബാബ വങ്ക അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശവും ന്യൂയോർക്ക് നഗരത്തിലെ 9/11 സംഭവിച്ച ആക്രമണവും ബാബ വങ്ക മുമ്പ് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിപുലമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ അടുത്ത 18 വർഷങ്ങൾക്കുള്ളിൽ, അതായത് 2043 അതാകുമ്പോഴേക്ക് യൂറോപ്പില് 44 രാജ്യങ്ങളിൽ ഇസ്ലാം ആധിപത്യം സ്ഥാപിക്കും എന്നാണ് ബാബ വാങ്കയുടെ ഒരു പ്രവചനമാണ്. അതിനെ അങ്ങനെ തന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. യൂറോപ്പിലെ 4 രാജ്യങ്ങൾ ഇസ്ലാം മതത്തിന് മുൻതൂക്കം നൽകുന്ന രാജ്യങ്ങളാണ് എന്ന് നമുക്കറിയാം. ബാക്കിയുള്ള 40 രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് ഉള്ളത്. ഹയറുന്നിസ ബോറടിക്കുന്നെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. ഹയറുന്നിസയോട് ആരാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ പറഞ്ഞത്? ആട്ടി ഇറക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നത് ഒരു മര്യാദയല്ലേ? നമ്മൾ ആരും നിങ്ങളെ നിർബന്ധിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതല്ലല്ലോ. മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ് ഒരു സാമാന്യ ബോധമോ മര്യാദയോ ഹൈറുന്നിസയ്ക്ക് ഇല്ലാതെ പോയത്. ഇത് എൻ്റെ ലൈവല്ലേ? കാണാൻ താല്പര്യമുള്ളവരെ കണ്ടോളും. നിങ്ങളെ ആരും ഇവിടെ വിളിച്ചില്ലല്ലോ. ചവിട്ടി ഇറക്കുന്നതിന് മുമ്പ്, പിടിച്ചിറക്കി ആട്ടി വിടുന്നതിന് മുമ്പ് ഹൈറുന്നിസ ഒരു മൂലയ്ക്ക് പോയിരുന്ന സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് പോയിരിക്കിച്ചല്ല. അപ്പോ ബാബ വാങ്കയുടെ അഭിപ്രായത്തിൽ 2043 ആകുമ്പോഴേക്കും യൂറോപ്പ് മുഴുവനും മുസ്ലിം ഭരണത്തിൽ വരുമത്രേ. എന്നിട്ട് ക്രിസ്തു മതത്തിന്റെ പിടി ക്രമേണ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. എന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യൂറോപ്പിൽ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ ബാങ്ക്വേറ്റിനെയും ഇറക്കി വിട്ടേക്ക്. എന്തിനാണ് ഇവരൊക്കെ വരുന്നത്? താല്പര്യമില്ലാതെ ഇറങ്ങിപ്പോയിക്കോ. അപ്പോ യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് ഈ പറഞ്ഞ ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മടശ്ശേരി കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊരു ഉസ്താദിനോട് ചോദിച്ചാൽ മതി. ഉസ്താദ് വേണമെങ്കിൽ DPP സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരും, കുഴപ്പമില്ല. അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന ലൈവ് അല്ല ഇത്. ഇറങ്ങിപ്പോയിക്കോ. നികൾ മടശ്ശേരി പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. കുട്ടികൾ അവർ വേണമെങ്കിൽ ഉണ്ടാക്കിയും തരും. പോയി കിടന്നു കൊടുത്താൽ മതി. ചെല്ല. വേണമെങ്കിൽ ഉമ്മയും കൂടെ വിളിച്ചോ. അപ്പോൾ ഉമ്മയ്ക്കും ഒരു കുട്ടി, നിനക്കും ഒരു കുട്ടി ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ചെല്ല. അപ്പോ ബാബ വാങ്കയുടെ അഭിപ്രായത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇവിടങ്ങളിലായിരിക്കും അത്രേ ആദ്യം ഇസ്ലാമിക ഭരണം വരുന്നത്. ഈ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരെ വേഗത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ. നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണത്.
ഇതിനുശേഷം ക്രമേണ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും ഇസ്ലാമികവൽക്കരിക്കപ്പെടും എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 31 കോടിയിലെത്തും. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരിക്കും. അല്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ മതിയായിട്ടുള്ള ഒരു തെളിവുമില്ല. തന്നെയുമല്ല, ഇത് ശരിയാണ് എന്ന് പറയാൻ എമ്പാടും തെളിവുകളുമുണ്ട് നമ്മുടെ കയ്യിൽ. ലോകത്ത് എങ്ങനെയാണ് യുദ്ധമുണ്ടാകുന്നത്, എങ്ങനെയാണ് സമാധാനമുണ്ടാകുന്നത്? ആര് കയറി ചെന്നതിന് ശേഷമാണ് ഒരു രാജ്യത്ത് ക്രമസമാധാന നില തകരാറിലാകുന്നത്? ആരാണ് പ്രശ്നക്കാർ? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്? ഇന്ന് എല്ലാവർക്കും അറിയാം. മുമ്പൊക്കെ ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന തീവ്രവാദങ്ങളെ ഞങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകാറുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് അനേകം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് പറയാൻ ഭയമില്ല. ഇപ്പം അസ്മ എന്ന് പറയുന്ന 32കാരി 5ാമത്തെ പ്രസവത്തോടുകൂടി, വീട്ടിലെ പ്രസവം, ഭർത്താവ് കൊലയ്ക്കു കൊടുത്തതിനെ സംബന്ധിച്ചിട്ട് അധിക മാധ്യമങ്ങളും നിരൂപണത്തോടു കൂടി തന്നെ, ശക്തമായ വിമർശനത്തോടു കൂടി തന്നെ അത് റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെയൊക്കെ തെളിവാണ്. ഇനിയും ഇവര് വിചാരിക്കുന്ന രൂപത്തിലൊന്നും നടക്കില്ല എന്നതിൻ്റെ തെളിവുകൾ. ലോകത്ത് അക്രമം ഉണ്ടാകുന്നുണ്ട്, യുദ്ധമുണ്ടാകുന്നുണ്ട്, സമാധാനം നശിക്കുന്നുണ്ട്. ആരാണ് ഈ അക്രമം വാരി വിതറുന്നത്? ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് സിറിയയും ബംഗ്ലാദേശും അഫ്ഗാനും ഇറാനും തുർക്കിയും ഒക്കെ. നമുക്ക് മനസ്സിലായി. സിറിയയില് വിവിധ തരം ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കുന്നു. അവിടുത്തെ സർക്കാരുകളും അതുപോലെ ജനങ്ങളും തമ്മിൽ തെരുവ് പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ആഭ്യന്തര സംഘർഷം രൂക്ഷമായിട്ടുള്ള സിറിയ ലോകത്തെ ഏറ്റവും അപകടം നിറഞ്ഞ രാജ്യമായിട്ട് ലോകരാജ്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളാക്കപ്പെടുന്നത് എവിടെ നിന്നാ? സിറിയയിൽ നിന്നാണ്. അഭയാർത്ഥികളായി വിവിധ ലോക രാജ്യങ്ങളിൽ കഴിയുന്നവരാരാ? സിറിയക്കാരാ. ഇപ്പോൾ ലോകത്ത് സംഘർഷം നടക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്താൽ പലസ്തീൻ, ഗാസ, പിന്നെ ലെബനൻ, സിറിയ, യമൻ, ഇറാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നീണ്ടുപോകും ലിസ്റ്റ്. ഒരു ദിവസം മതിയാകില്ല ഇതൊന്ന് തുറന്നു പറയാൻ. ആ പട്ടിക നീണ്ടു കിടക്കുക. യുദ്ധങ്ങളും കെടുതികളും കാരണം അനേകം രാജ്യങ്ങളിലെ ജനങ്ങൾ അവര് ജനിച്ചു വളർന്ന നാട്ടിൽ നിലനിൽപ്പില്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നു അഭയാർത്ഥികളായിട്ട്. മതമേതായാലും വിശ്വാസമേതായിരുന്നാലും സൃഷ്ടാവേതായിരുന്നാലും ഈ ദൈവവിശ്വാസമൊന്നും, ഈ അള്ളാഹുവിലുള്ള വിശ്വാസമൊന്നും ഇവർക്ക് ഭക്ഷണമോ സംരക്ഷണമോ വസ്ത്രമോ നിർഭയത്വമോ നൽകുന്നില്ല. അതവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഭാരതമടക്കമുള്ള മനുഷ്യ സ്നേഹികളാണ് ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ലോകത്ത് അക്രമം പരത്തുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ തന്നെയാണെന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി. എല്ലായിടത്തും തീവ്ര ഇസ്ലാമിക സംഘടനകൾ പിരിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. 2025 മഹായുദ്ധത്തിലേക്കാണ് പോകുന്നതെന്നും സംഘർഷം വാരി വിതറുകയാണ് ഇസ്ലാമിസ്റ്റുകളെന്നും ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവര് കൃത്യമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഹമാസ് ഉൾപ്പെടെ, പലസ്തീനെ ഉൾപ്പെടെ, ഗാസയെ ഉൾപ്പെടെ തീവ്രവാദികളായി പ്രഖ്യാപിക്കാൻ, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരാളും ഈ രാജ്യത്തുണ്ടാകരുത് എന്ന് നിർബന്ധം പിടിക്കാനുള്ള കാരണം അതാണ്. നമുക്ക് സമാധാനം